യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റ് എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയ സോഫ്റ്റ്വെയർ നാം സ്വീകരിക്കുന്നു. അതുപോലെ ആദ്യം കിട്ടുന്ന വാർത്തകൾ ചിലപ്പോൾ പൂർണ്ണമാകണമെന്നില്ല. അതിന് അപ്ഡേറ്റ് ന്യൂസുകൾ തന്നെ കേൾക്കണം. മെഡിക്കൽ രംഗത്തും കാലങ്ങൾക്കനുസരിച്ചുള്ള പല രീതിയിലുള്ള അപ്ഡേറ്റ്സ് ഉണ്ടായേ പറ്റൂ. നവീകരിച്ച അല്ലെങ്കിൽ പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർത്ത ശേഷം മാത്രമേ ഒരു കാര്യത്തെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റൂ. പണ്ടത്തെ ഒരു പഠനം മാത്രമല്ല, തുടർ പഠനങ്ങൾ എല്ലാ മേഖലയിലും ആവശ്യമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 21 അധ്യായം 17 മുതൽ 26 വരെ വായിക്കുമ്പോൾ 3-ാം മിഷണറി യാത്രയ്ക്കൊടുവിൽ പൗലോസും കൂട്ടരും യെരുശലേമിൽ എത്തിച്ചേർന്നതായും തുടർന്നുള്ള സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്. യെരുശലേം സഭ അവരെ വളരെ ആദരവോടെ സന്തോഷത്തോടെ സ്വീകരിച്ചു. യെരുശലേം സഭയുടെ അധ്യക്ഷനായിരുന്നു യാക്കോബ്. മൂപ്പന്മാരും യാക്കോബും പൗലോസിന്റെ ജാതികളുടെ ഇടയിലുള്ള ശുശ്രൂഷകളെപ്പറ്റി കേൾക്കാനും വേണ്ടി ഒരുമിച്ച് കൂടി. റിപ്പോർട്ടുകൾ കേട്ട് അവരൊക്കെ അത്യന്തം സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചു. തുടർന്ന് യാക്കോബ് യെരുശലേം സഭയുടെ കാര്യങ്ങൾ പൗലോസുമായി പങ്കുവച്ചു. ഇപ്പോൾ ആയിരക്കണക്കിന് യഹൂദന്മാർ ക്രിസ്ത്യാനികളായി മാറുന്നു എന്നത് വളരെ സന്തോഷപൂർവ്വം അറിയിച്ചു. പൗലോസിന്റെയും യാക്കോബിന്റെയും ശുശ്രൂഷയുടെ രീതിയും ശുശ്രൂഷിച്ച സ്ഥലവും വ്യത്യസ്തമായിരുന്നു. യാക്കോബ് യെരുശലേമിൽ തന്നെ യഹൂദന്മാരുമായി ഇടപെടുമ്പോൾ പൗലോസ് ചിതറിക്കപ്പെട്ട യഹൂദന്മാരുടെ ഇടയിലും അതിൽ കൂടുതൽ ജാതികളുടെ ഇടയിലും സുവിശേഷം പ്രസംഗിച്ചു. അനേകരെ ക്രിസ്തുവിനായി രണ്ടുപേരും ആദായപ്പെടുത്തി. അവർ വാസ്തവത്തിൽ തങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നേടിയവരുടെ ലിസ്റ്റ് അവതരിപ്പിച്ച് പൊങ്ങച്ചം പറയുകയും താരതമ്യപ്പെടുത്തുകയും അല്ലായിരുന്നു അവിടെ ചെയ്തത്. മറിച്ച് സംഭവിച്ച കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ച് ദൈവത്തിന് മഹത്വം നൽകിയാണ് ചെയ്തത്. ഇന്നും വിവിധ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ സഭയിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി ചില സമയങ്ങൾ മാറ്റിവെച്ച് അവരുടെ സാക്ഷ്യങ്ങളും പ്രവർത്തന രീതികളെ പറ്റിയും നാം കേൾക്കുവാൻ തയ്യാറാകണം. ഇത് മറ്റു പലരെയും ദൈവത്തോട്, ദൈവവേലയോട് കൂടുതൽ താല്പര്യം ഉളവാക്കാൻ ഇടയാക്കും എന്നതിൽ സംശയമില്ല. വാക്യം 21 മുതൽ 26 വരെ വായിക്കുമ്പോൾ ചില പ്രശ്നങ്ങളെപ്പറ്റി യാക്കോബ് പൗലോസിനോട് പറയുന്നു. മോശയുടെ ന്യായപ്രമാണം പാലിക്കുന്നതിൽ തീഷ്ണതയുള്ള യഹൂദ ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു. പരിച്ഛേദന, മറ്റ് ആചാരങ്ങൾ ഇവയൊക്കെ അവർ തുടർന്നും ചെയ്തു പോന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പൗലോസ് മക്കളെ പരിച്ഛേദന ചെയ്യരുതെന്നും യഹൂദ മര്യാദ അനുസരിച്ച് നടക്കരുതെന്നും പഠിപ്പിക്കുന്നതായി യെരുശലേം സഭയിലുള്ളവർക്കെല്ലാം അറിവ് കിട്ടിയിരുന്നു. പൗലോസ് യെരുശലേമിൽ എത്തിയതറിഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കും എന്നതിൽ ആശങ്കയുണ്ട് എന്ന് യാക്കോബ് പൗലോസിനെ അറിയിച്ചു. ഈ പ്രശ്നം പരിഹരിക്കാൻ പൗലോസിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. നേർച്ചയുള്ള 4 പുരുഷന്മാരുണ്ട്. അവരോട് കൂടെ പോയി നിന്നെ തന്നെ ശുദ്ധി വരുത്തി അവരുടെ തലം ക്ഷൗര്യം ചെയ്യിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ പൗലോസിനോടുള്ള യഹൂദ ക്രിസ്ത്യാനികളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സഭയുടെ ഐക്യത്തിനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും സഹായകരമാകും. ഈ സംഭവത്തെപ്പറ്റി പല രീതിയിൽ പൗലോസിനെ കുറ്റപ്പെടുത്തുന്നവരും അനുകൂലിക്കുന്നവരുമുണ്ട്. വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു ദൈവഭക്തൻ തയ്യാറായാൽ അത് ശരിയാണോ? നമുക്കും സംശയമുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ യേശുവിനോട് ശാസ്ത്രിമാരും പരീശന്മാരും ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകാത്തത് എന്താ എന്ന്. വാസ്തവത്തിൽ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുന്നത് ഏതു മനുഷ്യന്റെയും വൃത്തിയാണ് കാണിക്കുന്നത്. യേശു കൈ കഴുകണ്ട എന്ന് പഠിപ്പിച്ചില്ല. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം കൈ കഴുകിയില്ല എന്നതായിരുന്നു ആരോപണം. നമുക്കറിയാം, ഓപ്പറേഷന് മുൻപ് തിയേറ്ററിൽ കയറുന്നവർ കൈകൾ കഴുകുന്ന രീതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതങ്ങനെ ചെയ്തേ പറ്റൂ. എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ രീതിയിൽ അവരാരും കൈ കഴുകാറില്ല. ഈ നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ രീതികളൊക്കെ സമ്പ്രദായങ്ങളൊക്കെ മനുഷ്യരുടെ നല്ലതിനായി തുടങ്ങി വെച്ചതാണ്. പിന്നീട് യഹൂദ മര്യാദ പ്രകാരം കൈ കഴുകിയില്ല എങ്കിൽ വൃത്തിയാകുകയില്ല എന്നുള്ള ചിന്താഗതി അവരിലുണ്ടായി. ആ ചിന്താഗതിയാണ് വാസ്തവത്തിൽ മാറ്റേണ്ടത്. കൈ വൃത്തിയായാൽ മതി ഭക്ഷണം കഴിപ്പാൻ, അത് മതി. ഇവിടെ പൗലോസ് യഹൂദ സമ്പ്രദായങ്ങൾക്കൊന്നും എതിരല്ലായിരുന്നു. പക്ഷേ യഹൂദ സമ്പ്രദായം ജാതികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. ജാതീയനായ തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ച പൗലോസ് വാസ്തവത്തിൽ യഹൂദന്മാർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിനാണ് അപ്രകാരം ചെയ്തത്. 1 കൊരിന്ത്യർ 9 അധ്യായം 20 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ആയി. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന്, അതായത് ന്യായപ്രമാണ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരെ നേടേണ്ടതിന് താൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനെ പോലെ ആയി എന്ന്.
പൗലോസിന്റെ ലക്ഷ്യം ഏതു വിധത്തിലും ചിലരെ ക്രിസ്തുവിനായി നേടണമെന്നായിരുന്നു. ചെയ്തത് സകലതും സുവിശേഷ നിമിത്തമാണ് ചെയ്തത്. ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ നാം നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കും? ന്യായപ്രമാണം അനുസരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ശുശ്രൂഷ ചെയ്തിരുന്ന പത്രോസ് അപ്പോസ്തലനും പിന്നീട് ദൈവാത്മ പ്രേരണയാൽ ജാതികളുടെ ഇടയിലേക്ക് പോയി എന്ന് നാം കാണുന്നു. ഞങ്ങൾ നിന്നോട് പറയുന്നത് ചെയ്യുക എന്നാണ് പൗലോസിനോട് യാക്കോബ് അധ്യക്ഷൻ പറഞ്ഞത്. നിർദ്ദേശമല്ല, കൽപ്പനയായിരുന്നു അത്. തന്നെത്താൻ ശുദ്ധീകരിച്ച് 4 പേരോടുകൂടെ യാഗങ്ങൾ അർപ്പിക്കാൻ പൗലോസ് തയ്യാറായി. എതിർത്തൊന്നും പറഞ്ഞില്ല. എന്നാൽ താൻ ആരംഭിച്ചത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധീകരണ ദിവസം കഴിഞ്ഞ ശേഷം പാപയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ ആസിയയിൽ നിന്നുള്ള യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് പിടിച്ചു. അവർ ക്രിസ്ത്യാനികളല്ലായിരുന്നു. യഹൂദ ക്രിസ്ത്യാനികളെ പ്രീതിപ്പെടുത്താൻ യാഗം കഴിക്കാൻ തയ്യാറായ പൗലോസിനെ ക്രിസ്ത്യാനി അല്ലാത്ത യഹൂദന്മാർ പിടിച്ച് കൊണ്ടുപോയി തടവിലാക്കി. നാം പ്രമാണത്തിന് വിപരീതമായി എന്തു ചെയ്താലും അത് മറ്റുള്ളവരെ ബാധിക്കും എന്നത് നാം ഓർക്കാം. ചിലരെ പ്രീതിപ്പെടുത്തുന്നത് മറ്റുള്ളവർക്ക് അപ്രീതിയായി മാറും. സഭയിലെ ഐക്യം നിലനിർത്താൻ താൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. മൂപ്പന്മാരുടെ കൽപ്പന അനുസരിച്ചു. സുവിശേഷത്തിനെതിരായി താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എവിടെയും തനിക്ക് ചങ്കൂട്ടത്തോടെ പറയാൻ കഴിയും. എന്നാൽ സഭയുടെ വളർച്ചയുടെ ആദ്യകാലങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറായ പൗലോസ് പിന്നീട് തന്റെ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ, യാഗങ്ങളുടെ ആവശ്യം ഇനി ഇല്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ പ്രാപിച്ചവർ വീണ്ടും പഴയ ആചാര അനുഷ്ഠാനങ്ങൾ തുടരുത് എന്ന് തന്നെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മീയ വളർച്ച പ്രാപിച്ചവർ തങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ദൈവവചന പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.